മുമ്പ് ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ഒന്നും സംസാരിക്കാത്ത മുഖ്യമന്ത്രി. ഇന്നൊരു മുഖ്യമന്ത്രി ഉണ്ട്, വായിൽ തോന്നിയത് എന്തും വിളിച്ചു പറയുന്നു. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്തൊരു 1.5 മാസ് ചോദ്യമാണിത്. മൈക്ക് കണ്ടാൽ കയ്യിൽ കിട്ടുന്നതൊക്കെ വിളിച്ചു പറഞ്ഞ് ഒടുവിൽ സ്വന്തം വാക്കുകളിൽ തന്നെ ചവിട്ടി വീഴുന്ന ഒരു പുതിയ തരം മുഖ്യമന്ത്രിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതെ, ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒരുപോലെ നാണം കെടുത്തുന്ന തരത്തിൽ തള്ളലുകളുടെ പെരുമഴ സൃഷ്ടിക്കുന്ന VD സതീശനെയും സംഘത്തെയും അക്ഷരാർത്ഥത്തിൽ ഒട്ടിച്ച് വച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ സ്വന്തം ഝാൻസി റാണിയായ ശോഭാ സുരേന്ദ്രൻ. ആരും ഇതുവരെ കേൾക്കാത്ത 10,000 കോടിയുടെ മിഷൻ സമുദ്ര എന്ന ഒറ്റ തട്ടിപ്പ് പദ്ധതി. ഇപ്പോൾ ആ കമ്പനി വന്ന് പത്രക്കുറിപ്പ് ഇറക്കി ആ പ്രഖ്യാപനത്തെ നാണം കെടുത്തിയപ്പോൾ അത് താങ്ങി നിർത്താൻ ഇറങ്ങിപ്പോയ PK കുഞ്ഞാലിക്കുട്ടി വരെ അമ്പയെ പരാജയപ്പെട്ട ആ വലിയ കോമഡി. പോരാത്തതിന് കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് അന്തരിച്ച ഉമ്മൻചാണ്ടി സാറിന്റെ അനുസ്മരണ ദിനത്തിൽ സ്വന്തം പാർട്ടി അണികളായ KSUക്കാരെ പോലീസിനെ വിട്ട് തല്ലി ഓടിച്ച നാണം കെട്ട കാഴ്ച. കേവലം 70 ദിവസം കൊണ്ട് വൻ പരാജയമായി മാറിയ ഈ സർക്കാരിനെതിരെ VD സതീശനെ വെള്ളം കുടിപ്പിച്ച് ശോഭാ സുരേന്ദ്രൻ നടത്തിയത് വെറുമൊരു പ്രതികരണം മാത്രമല്ല, മറിച്ച് കേരള രാഷ്ട്രീയം ഇന്നുവരെ കാണാത്ത ഒരു 1-ാം തരം പൊളിച്ചടുക്കലാണ്. എന്തൊക്കെയാണ് ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ച ആ തീപ്പൊരി ആരോപണങ്ങൾ നോക്കാം. ഭരണത്തിന്റെ തലപ്പത്തിരിക്കുന്നവർ സംസാരിക്കേണ്ടത് വസ്തുതകളാണ്, അല്ലാതെ വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറയുന്നത് ഒരു നുണക്കഥകളല്ല. എന്നാൽ സതീശൻ സർക്കാരിന്റെ അവസ്ഥ എന്താണ്? ശോഭാ സുരേന്ദ്രൻ തന്റെ പ്രതികരണത്തിൽ കുറിച്ച ആ ആദ്യ പ്രതികരണം തന്നെ നമ്മുടെ മലയാളികളുടെ മനസ്സിൽ കൃത്യമായി തറച്ചു. മുമ്പൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ഒന്നും സംസാരിക്കാത്തൊരു മനുഷ്യൻ. ഇന്നൊരു മുഖ്യമന്ത്രി ഉണ്ട്, അതാണെങ്കിൽ എന്തും സംസാരിക്കുന്നു. എന്തൊരു മനോഹരമായ സർക്കാസം. മുൻപ് മിണ്ടാതിരുന്ന ആ ഭരണാധികാരിയെ മാറ്റിയപ്പോൾ, ജനങ്ങൾ തല്ലി ഓടിച്ചപ്പോൾ ജനങ്ങൾ വിചാരിച്ചു, ഇനി വരുന്ന നല്ല രീതിയിലുള്ള ആശയവിനിമയം സുതാര്യതയൊക്കെ ഉണ്ടാകും. എന്നാൽ കിട്ടിയതോ മൈക്ക് കണ്ടാൽ ബോധമില്ലാതെ എന്ത് അസംബന്ധവും വിളിച്ചു പറയാൻ മടിയില്ലാത്ത ഒരു പുതിയ അവതാരം. VD സതീശൻ എന്ന നേതാവിന്റെ പൊള്ളത്തരങ്ങളെ വളരെ കൃത്യമായി ഒരു ശസ്ത്രക്രിയ നടത്തുന്ന ലാഘവത്തോടെയാണ് ശോഭാ സുരേന്ദ്രൻ വലിച്ചു പുറത്തിട്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം പറയാതെ കയ്യിൽ കിട്ടുന്ന കണക്കുകളൊക്കെ വെച്ച് നാടകം കളിക്കുന്ന ഭരണരീതിക്ക് ഇതിലും വലിയൊരു പരിഹാസം ഇനി കിട്ടാനേ ഇല്ല. ഇനി ഈ കഥയിൽ ഏറ്റവും വലിയ കോമഡിയിലേക്ക് നമുക്ക് കടക്കാം. മിഷൻ സമുദ്ര പേര് കേട്ടാത്തൊന്നും അറബിക്കടലിന്റെ തീരത്ത് വൻ വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്ന ഒരു പദ്ധതിയാണെന്ന് UDFന്റെ പ്രകടന പത്രികയിലെ എണ്ണം പറഞ്ഞ ഡ്രീം പ്രൊജക്ട്. മുഖ്യമന്ത്രി സതീശൻ വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വൻ അവകാശവാദം മുന്നോട്ട് വെച്ചു. വരുന്നു 10,000 കോടി രൂപയുടെ നിക്ഷേപം. ഇന്ത്യയിലെ വൻകിട ഗ്രൂപ്പായ ടാറ്റയാണ് കേരളത്തിലേക്ക് തരംഗമായി കടന്നു വരുന്നത്. വാർത്തകൾ പത്രത്തിലും TV-യിലും നിറഞ്ഞു. എന്തൊരു വികസന നായകൻ എന്ന് എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ്. അടുത്ത ബോംബ് അപ്പം തന്നെ വീണു. ടാറ്റ ഗ്രൂപ്പിന്റെ കൈകളിൽ ഈ വാർത്തയെത്തി. അവർ ഞെട്ടി. ഒടുവിൽ സഹികെട്ട് ടാറ്റ ഗ്രൂപ്പ് ഔദ്യോഗിക വിശദീകരണം നൽകി. ഞങ്ങൾ ഇങ്ങനെ ഒരു പദ്ധതിയെക്കുറിച്ചോ 10,000 കോടിയുടെ നിക്ഷേപത്തെക്കുറിച്ചോ ഒന്നും അറിഞ്ഞിട്ടേ ഇല്ല കേട്ടോ, നമുക്കിതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന്. കഥ കഴിഞ്ഞു. 10,000 കോടിയുടെ കാറ്റടിച്ചിരിക്കുന്ന വലിയ പുകമർ അവിടെ തകർന്ന് തരിപ്പണമായി. ഒരു കമ്പനിയുമായി പോലും കൃത്യമായി ധാരണാപത്രവുമില്ല, യാതൊരുവിധ ഔദ്യോഗിക കരാറുകളും ഇല്ല. കേവലം വായിൽ തോന്നിയ പറഞ്ഞ ആ തള്ളലുകൾ മാത്രം. വിഷയം കയ്യിൽ നിന്ന് പോയെന്ന് മനസ്സിലായപ്പോൾ ഇളകി വീഴുന്ന ആ കെട്ടിടത്തെ താങ്ങി നിർത്താൻ UDFന്റെ പ്രധാനപ്പെട്ട നേതാവ് PK കുഞ്ഞാലിക്കുട്ടി ഒരു പത്രസമ്മേളനവുമായി രംഗത്തെത്തി. എന്നാൽ എന്ത് ചെയ്യാം, ഒടുവിൽ വീഴാൻ പോകുന്ന വാദങ്ങളെ ന്യായീകരിക്കാൻ ചെന്ന് കുഞ്ഞാലിക്കുട്ടിയും ധാരണമായി നാണം കെടേണ്ടി വന്നു. സാക്ഷരതയുള്ള ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഇത്തരമൊരു നാടകത്തെയാണ് ശോഭാ സുരേന്ദ്രൻ കൃത്യമായി വിരൽ ചൂണ്ടിക്കാട്ടിയത്. കേരളത്തിൽ ഏത് പാർട്ടി ഭരിച്ചാലും സ്വന്തം അണികളെ സംരക്ഷിക്കുക എന്നത് അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ഇവിടെ സ്വന്തം പാർട്ടിക്കാരോട് സതീശൻ കാണിക്കുന്ന ക്രൂരത കണ്ടോ? അന്തരിച്ച മുൻ മുഖ്യമന്ത്രി, ജനപ്രിയ നേതാവ് ഉമ്മൻചാണ്ടി സാറിന്റെ അനുസ്മരണ ദിനം. കോൺഗ്രസുകാരും അനുഭാവികളും എല്ലാവരും വികാരഭരിതരായി കാണുന്ന ആ ചടങ്ങിൽ എന്താണ് സംഭവിച്ചത്? ഭരണകക്ഷിയുടെ സ്വന്തം പോഷക സംഘടനയായ KSU, ഈ KSUവിൽ നിന്ന് വളർന്നു വന്നവരാണ് ഇവരെല്ലാം എന്ന് ഓർക്കണം. ആ പ്രവർത്തകർ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുമ്പോൾ അവർക്ക് പ്രവേശനം നിഷേധിക്കുന്നു. സ്വന്തം സംഘടനാ പ്രവർത്തകർക്ക് മുന്നിൽ വാതിൽ കൊട്ടിയടയ്ക്കുന്നു. തടയാൻ ശ്രമിച്ച കുട്ടികളെ പോലീസിനെ ഉപയോഗിച്ച് തല്ലി ഓടിക്കുന്നു. ഒടുവിൽ വൻ വിവാദങ്ങൾ ഉണ്ടാകുന്നു. ശോഭാ സുരേന്ദ്രൻ തൊടുത്തുവിട്ട ആ ചോദ്യം ഓരോ മലയാളിയും ഓർത്തു വെക്കേണ്ട ഒന്നാണ്. സ്വന്തം വിദ്യാർത്ഥി സംഘടനയുടെ ശബ്ദം പോലും കേൾക്കാത്ത സാഹചര്യമാണെങ്കിൽ സാധാരണ ജനങ്ങളുടെ പരാതികൾക്ക് ഈ ഭരണകൂടം എന്ത് വില നൽകും എന്നത്. സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലും മര്യാദയ്ക്ക് ഭരിക്കാൻ കഴിയാത്ത, അവരുടെ വികാരങ്ങളെപ്പോലും മാനിക്കാത്തൊരു നേതാവ് എങ്ങനെയാണ് ഈ കേരളത്തിലെ 4 കോടിയോളം വരുന്ന സാധാരണക്കാരന്റെ സംഘടനകൾക്ക് മറുപടി നൽകാൻ പോകുന്നത് എന്ന് ഈ ചോദ്യം ഏറെ പ്രസക്തമല്ലേ? കേവലം 70 ദിവസങ്ങൾ മാത്രം. ഏതൊരു സർക്കാരും ഒന്ന് ഉറച്ചു നിൽക്കാൻ പോകുന്ന ആ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സതീശന്റെ ഭരണം ജനങ്ങൾക്ക് ഒന്നാന്തരം ബോറടിയും
നിരാശയും സമ്മാനിച്ചു കഴിഞ്ഞു. ആദ്യം കുറച്ച് പൂക്കിയും മുഖ്യമന്ത്രിയൊക്കെ ആയി നിറഞ്ഞു നിന്നെങ്കിലും ഇന്ന് ജനങ്ങളുടെ മനസ്സിൽ ഉയർന്ന 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ശോഭാ സുരേന്ദ്രൻ വളരെ കൃത്യമായി തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ഈ സർക്കാരിന്റെ ടീമിൽ യഥാർത്ഥത്തിൽ ആരൊക്കെയാണുള്ളത്? രണ്ടാമത്തെ ചോദ്യം, തീരുമാനങ്ങൾ എടുക്കുന്നതിലും അത് നടപ്പിലാക്കുന്നതിലും കൃത്യമായി ഉത്തരവാദിത്തം വഹിക്കുന്നത് ആരാണ്? മൂന്നാമത്തെ ചോദ്യം, ഏകോപനമില്ലാത്തൊരു കൂട്ടം ആളുകൾ ഭരിക്കുമ്പോൾ കേരളത്തിന്റെ ഭാവി എങ്ങോട്ടേക്കാണ്? ഒരു സർക്കാരിനെ മുന്നോട്ട് നയിക്കുന്നത് കൃത്യമായ ഏകോപനവും കാഴ്ചപ്പാടുമുള്ള ഒരു സംഘമാണ്. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? മുഖ്യമന്ത്രി ഒരു വഴിക്ക് തള്ളുന്നു, മന്ത്രിമാർ മറ്റൊരു വഴിക്ക് സംസാരിക്കുന്നു, നേതാക്കൾ അത് ന്യായീകരിക്കാൻ നെട്ടോട്ടം ഓടുന്നു. ഈ കൂട്ടം തെറ്റിയ അവസ്ഥ കണ്ടുകൊണ്ടാണ് ജനങ്ങൾ ചോദിക്കുന്നത്, നമ്മൾ പ്രതീക്ഷിച്ച മാറ്റമാണോ ഇത്? അതോ കഴിവും പ്രാപ്തിയും ഇല്ലാത്തൊരു കൂട്ടം ആളുകളുടെ കയ്യിൽ നമ്മൾ വീണ്ടും സംസ്ഥാനത്തിന്റെ ഭാവി ഏൽപ്പിച്ചു കൊടുത്തതാണോ? എത്ര നാൾ ഇതിങ്ങനെ മുന്നോട്ട് പോകും? 5 കൊല്ലം തികയ്ക്കുമോ? ഇവിടെയാണ് വി.ഡി. സതീശൻ എന്ന വാചകമടിക്കാരനായ നേതാവിനെയും അദ്ദേഹത്തിന്റെ സർക്കാരിനെയും മാറ്റി നിർത്തി ബി.ജെ.പിയുടെ വികസന രാഷ്ട്രീയം കേരളീയർ ചർച്ച ചെയ്യേണ്ടത്. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പദ്ധതികൾ നോക്കുക. യാതൊരു തള്ളലുമില്ല. പറഞ്ഞ സമയത്ത് പ്രൊജക്ടുകൾ പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യുന്ന സുതാര്യമായ പ്രവർത്തനം. വെറും ഒരു ദശകം കൊണ്ട് ഇന്ത്യക്ക് വന്ന മാറ്റം നമ്മൾ കണ്ടതാണ്. മറുവശത്ത് കേരളത്തിലോ ഇല്ലാത്ത കണക്കുകൾ പറഞ്ഞ് വികസന പ്രഹസനം നടത്തുക, സത്യം പുറത്തു വരുമ്പോൾ ഒളിച്ചോടുക, സ്വന്തം അണികളെ പോലും അടിച്ചമർത്തുക. വി.ഡി. സതീശന്റെയും സർക്കാരിന്റെയും ആസൂത്രിത കള്ളങ്ങളെ പച്ചയായി തുറന്നു കാട്ടാൻ ബി.ജെ.പിയുടെ ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ഉറച്ച നേതാക്കൾ രംഗത്തിറങ്ങുമ്പോൾ തകരുന്നത് സർക്കാരിന്റെ വ്യാജ ഇമേജ് മാത്രമാണ്. ജനങ്ങളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് അധികാരം നിലനിർത്താമെന്ന വി.ഡി. സതീശന്റെ സ്വപ്നങ്ങൾക്കാണ് ശോഭാ സുരേന്ദ്രൻ ഒരൊറ്റ പോസ്റ്റിലൂടെ ചരമഗീതം പാടിയത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ശോഭാ സുരേന്ദ്രന്റെ ഈ റോസ്റ്റിംഗ് വെറുമൊരു പ്രതികരണം മാത്രമല്ല, മറിച്ച് തള്ളുകൾ മാത്രം കൈമുതലാക്കി ഭരിക്കുന്ന ഒരു സർക്കാരിന് ജനങ്ങൾ നൽകിയ ശക്തമായ മുന്നറിയിപ്പാണ്. 10,000 കോടി രൂപയുടെ കടൽ തട്ടിപ്പ് പദ്ധതിയും KSUക്കാരെ തല്ലി ഓടിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണവും 70 ദിവസത്തിനുള്ളിലെ ഭരണ തകർച്ചയും കൂട്ടിവായിക്കുമ്പോൾ ഇനി ജനങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാകും, ആശങ്കയുണ്ടാകും. നമ്മുടെ ഭാവിയല്ലേ? ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ച ഈ ചോദ്യങ്ങളെ നിങ്ങൾ എങ്ങനെ കാണുന്നു? വി.ഡി. സതീശൻ സർക്കാർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണോ? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.